ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ആവോലി 2 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ആവോലി തന്നെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു കിഡിലൻ അൽഫാം ഉണ്ടാക്കി നോക്കാം. ഫിഷ് അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു അൽഫാം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മീൻ ഇതാ. ഇനി ആദ്യം ഒന്ന് നമുക്കിതിൻ്റെ ചിളക്കുകളൊക്കെ ഒന്ന് കളഞ്ഞ് ഒഴിവാക്കാം. ഇനി ഈ രണ്ടാമത്തെ ഭാഗവും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് മുറിച്ച് കളയാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെളുക്കുകളൊക്കെ കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം അതാ നമ്മൾ രണ്ടാമത്തെ മീനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെളുക്ക മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പള്ളഭാഗം ഒന്ന് കീറി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു പൂവൊക്കെ എടുക്കുക. ഇതിലുള്ള ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ രണ്ട് ഭാഗവും വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മീനും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരകൾ ഇട്ട് കൊടുക്കണം. മസാലയ്ക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് കത്തി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ചെരിച്ച് വര ഇട്ട് കൊടുക്കാം. മൂർച്ചല്ലേ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തു. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ കേസ് ഇതിലേക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 15 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 4 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയുടെ ഇലകളും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കാം. ചെറിയ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഓരോന്നോരോന്നായിട്ട്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുനാരങ്ങയുടെ ഒരു 1/2 പീസ് എടുക്കുക. അതിനുശേഷം 1/2 ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് മറ്റൊരു വലിയ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകപ്പൊടിയാണ്. 1 ടീസ്പൂൺ ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത് 2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തു. ഇനി ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് മസാല. മസാല ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ മീനിൽ നമ്മൾ പുരട്ടാൻ പോവുകയാണ്.
ഇതേപോലെ രണ്ട് ഭാഗത്തും നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം കേട്ടോ, എന്നാൽ ശരിക്കും നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു ഗ്യാപ്പിലൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. കയ്യിന് ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവും, പ്രശ്നമാക്കണ്ട. അങ്ങനെയുള്ളവർക്ക് ഗ്ലൗസ് ഇടാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് കയറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ അതേപോലെ തന്നെ പുരട്ടാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് രണ്ടും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അൽഫാം റെസിപ്പി ചെയ്യുന്നത് പോലെ തന്നെ ഗ്രില്ലിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം കാണാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളിതാ ഇത് അൽഫാമായി ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിനായിട്ട് അടുപ്പുണ്ടാക്കാൻ പോവുകയാണ്. 3 ഓളോ ബ്രിക്സ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിരട്ടിട്ടതിന് ശേഷം കണലുണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കരി വാങ്ങാൻ കിട്ടും, അങ്ങനെ ചെയ്താലും മതി. ചിരട്ടുള്ളവർക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ചിരട്ടിട്ട് കൊടുത്തു. നമ്മളൊന്ന് കത്തിച്ച് കണലാക്കാൻ പോവുകയാണ്. ഇത് പെട്ടെന്ന് തീ പിടിക്കാനുള്ള ഒരു ട്രിക്കാട്ടോ. വെണ്ണീരുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചിരട്ടയിലിട്ടതിന് ശേഷം അതിൽ കത്തിച്ച് കൊടുക്കുക. കുറച്ച് മണ്ണെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ആ വാസന വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാ 1 മണിക്കൂറിന് ശേഷമല്ല 2 മണിക്കൂറായിട്ടുണ്ട് ഞാനൊന്ന് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മളിത് ചുട്ടെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഗ്രില്ലെടുക്കാം. അൽഫാം ചുടുന്ന ഗ്രില്ല് വെച്ചതിന് ശേഷം അതിൽ കയറ്റിയിട്ടാണ് ചുടാൻ പോകുന്നത്. കണലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി കണലായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ല് അൽഫാം ഗ്രില്ലാണ്, സാധാരണ ഗ്രില്ലിലാണ് നമ്മൾ ചുടാൻ പോകുന്നത്. ഇവിടെ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഗ്രില്ലിൽ കുടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതേപോലെ മീൻ നമ്മൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കേസ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ പാകത്തിനനുസരിച്ച് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ഫിഷ് അൽഫാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിഡിലൻ സംഭവം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം. നല്ലൊരു അടിപൊളി വാസന വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആവോലി തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഓഹോ, ഇതിലിങ്ങനെ ഒട്ടി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ കണ്ടോ, നല്ല പ്രസ്സായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇതാ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു പീസ് കഴിച്ച് നോക്കാം കേട്ടോ. അവിടെ തന്നെ കഴിച്ച് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു പീസ് നമ്മളെടുത്തതിന് ശേഷം കഴിക്കാൻ പോവുകയാണ്. കിഡിലൻ ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഈ റെസിപ്പി വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് അൽഫാം ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.